ഡോക്ടർ തോമസ് മാർ അത്താനാസിലിനെയാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കേണ്ടത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഒരു കസേര ഒഴിച്ചിടാൻ സംഘാടകർക്ക് പ്രയാസമുള്ളതുകൊണ്ട് എന്നോട് ആവശ്യപ്പെടുകയും താടി നനച്ചതുകൊണ്ട് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ സഹായിക്കേണ്ടത് എൻ്റെ ധാർമ്മികമായ ചുമതലയാണ് എന്ന് വിചാരിച്ചതുകൊണ്ടുമാണ്. അപ്പോൾ ഞാൻ ഒരു ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. മാത്രവുമല്ല, ജസ്റ്റിസ് കെ ടി തോമസ് സാറിൻ്റെ പ്രസംഗത്തിലെ കീനോട്ട് സ്പീച്ച് എന്നാണ് ഇവിടെ പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും ഒരു കീനോട്ടായിരുന്നു നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പറയാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കുകയില്ല. ഇന്നത്തെ നമ്മുടെ ഈ ആരംഭിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്താവിഷയങ്ങളെക്കുറിച്ച് പറയുന്നതിന് അതുപോലെ തന്നെ പ്രഗത്ഭരായ ഡോക്ടർ തോമസിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഇതൊരു വലിയ പ്രസ്ഥാനമായി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് നമ്മളിൽ ഇന്ന് അങ്കുരിക്കുന്നത്. അനേക വർഷങ്ങളായിട്ട് ഓർത്തഡോക്സ് സഭ പാസ്റ്ററൽ കൗൺസിലിംഗ് തരുവലയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നടത്തിക്കൊണ്ടാണ് ഇരുന്നത്. വലിയ സെമിനാരിയുടെ പ്രത്യേകമായ താല്പര്യത്തിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട ഓ തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രത്യാശ കൗൺസിലിംഗ് സെൻറ്റർ ആരംഭിച്ചു. കൗൺസിലിംഗ് ട്രെയിനിങ് സെൻ്ററാണ്. ഒത്തിരിയേറെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തു. അതുപോലെ പല ഉദ്യമങ്ങളും നാം ഇതിനകം നടത്തിയിട്ടുണ്ട്. എങ്കിലും ഈ പ്രത്യേകമായ ഈ വിഷയത്തിൽ ഇപ്പോൾ വിഭാവനം ചെയ്യുന്ന ആ രീതിയിൽ നമുക്ക് ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വളരെ വലിയ സംഗതിയാണ്. കാരണം ഈ ലോകത്തിൽ ജീവൻ നിലനിൽക്കുന്നത് പ്രത്യാശ ഉള്ളതുകൊണ്ടാണ്. മനുഷ്യന് മാത്രമല്ല, ജീവികൾക്കും പ്രത്യാശയുണ്ട്. ജീവികൾക്ക് മാത്രമല്ല, ഇനോർഗാനിക് എന്നോ അല്ലെങ്കിൽ ഭൗതികമെന്നോ വിശേഷിപ്പിക്കുന്ന പ്രപഞ്ചത്തിന് മുഴുവൻ പ്രത്യാശയുണ്ട്. ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് ഭൗതിക ശാസ്ത്രജ്ഞന്മാരും ദാർശനികരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ജീവനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായി ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും, അത് അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവും മർദ്ദവും തൊട്ട് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ന്യൂക്ലിയർ ഫോഴ്സസും എല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആന്ത്രോപിക് പ്രിൻസിപ്പിളിൻ്റെ തത്വം. അത് സ്വീകരിക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇതുപോലെ യാദൃച്ഛികമാണ്, ആക്സിഡന്റിലാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്ന വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ട്. മറുവശത്ത് അങ്ങനെയല്ല, ഇതെല്ലാം തന്നെ ഈ ജീവന്റെ പരിരക്ഷണത്തിന് വേണ്ടി ഉണ്ടായതാണ് എന്ന് വാദിക്കുന്ന പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരുമുണ്ട്. ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് അതിന് പറയുന്നുണ്ട്. ആന്ത്രോപ്പസ് മനുഷ്യനാണ്, പക്ഷെ അവിടെ തെറ്റായൊരു പ്രയോഗമാണ്. ജീവന്റെ പരിരക്ഷണത്തിന് വേണ്ടിയാണ്, മനുഷ്യന്റെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും പരിരക്ഷണത്തിന് വേണ്ടി പ്രപഞ്ചം ഒരുങ്ങിയിരിക്കുന്നു എന്നാണ്. പ്രപഞ്ചം ജീവനെ പ്രണയിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യന്റെ പ്രത്യാശയെക്കുറിച്ചും പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ജീവികളിൽ വളരെ വളരെ ചെറിയ ഒരു അംശം, ചെറിയ ഒരു ശതമാനം മാത്രമേ പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നുള്ളൂ. മനുഷ്യരിൽ കൂടുതലുണ്ട്, മറ്റ് ജീവികളിൽ സഹജമായിട്ട് കുറച്ചുമുണ്ട്. മനുഷ്യരിൽ നിന്ന് ജീവന്റെ പ്രത്യാശ നഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കാനായിട്ട് മറ്റ് മനുഷ്യർക്ക് ചുമതലയുണ്ട്. ജീവികളിലുമുണ്ട്. നിങ്ങൾ അടുത്ത കാലത്ത് കണ്ട പടം ഓർക്കുന്നുണ്ടാകും. ഒരു നടുറോഡിൽ ഒരു പിടിയാന ആനക്കുട്ടിയെ പ്രസവിച്ചപ്പോൾ 40 പിടിയാനകളാണ് ചുറ്റും വന്ന് അതിനെ സഹായിക്കുന്നത്. ആ കുഞ്ഞ് വലിച്ചു പോയപ്പോഴും ഇതുപോലെ ആനക്കൂട്ടം വരിക. അപ്പോൾ ജീവന്റെ സ്ഫുരണത്തിലും ജീവന്റെ അന്ത്യത്തിലും ഈ സമൂഹം മുഴുവൻ കൂടുകയാണ്, ജനനത്തിലും മരണത്തിലും. അതൊരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. മനുഷ്യ ജീവിതത്തിൽ അത് അങ്ങനെ ഉണ്ട് സഹജമായിട്ട്. പക്ഷെ മനുഷ്യ സ്വാതന്ത്ര്യവും പ്രത്യേകമായ ഇച്ഛയുമുള്ളതുകൊണ്ട് അതിനെതിരായിട്ട് പോകുവാൻ മനുഷ്യന് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ജസ്റ്റിസ് കെ ടി തോമസയുടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച ഹൃദയസ്പർശിയായ ആ സംഭവങ്ങളിൽ അത് വളരെ വ്യക്തമാണ്. ഇവിടെയാണ് മനുഷ്യന്റെ ഇച്ഛയെ ദൈവത്തിന്റെ ഇച്ഛയുമായിട്ട് ചേർത്ത് കൊണ്ടുവന്ന് ജീവനെ പരിപോഷിപ്പിക്കുന്ന, ജീവനെ സമൃദ്ധമായ ജീവനിലേക്ക് നമ്മുടെ ജീവനെ പ്രവേശിപ്പിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ വിജ്ഞാന ശാഖകളും യഥാർത്ഥത്തിൽ ജീവന് വേണ്ടിയാണ്. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ
ശാപത്തിന് വേണ്ടിയല്ല, ശാപത് മനുഷ്യന് വേണ്ടിയാണ്. നമ്മുടെ സയൻസും ടെക്നോളജിയും നമ്മുടെ സൈക്കോളജിയും സൈക്യാട്രിയും നമ്മുടെ എക്കണോമിക്സും പൊളിറ്റിക്സും നമ്മുടെ നിയമവും നമ്മുടെ അഡ്മിനിസ്ട്രേഷനും ആത്യന്തികമായിട്ട് മനുഷ്യ ജീവനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോഴത്തെ പാരിസ്ഥിതിക ചിന്ത അനുസരിച്ച് മനുഷ്യന്റെ ജീവനെ മാത്രമല്ല സകല ജീവജാലങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് സഭയുടെ ചുമതലയാണ്. കഴിഞ്ഞ ദിവസം തീവ്രമായ ദുഃഖത്തിൽ കഴിയുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, പരിശുദ്ധ ബാബാ തിരുമേനിയെ കണ്ട് അദ്ദേഹത്തിന് ദുഃഖം അറിയിച്ചപ്പോൾ ഇനി 2 മണിക്കൂറിലധികം അദ്ദേഹത്തിന് വേണ്ടി ചെലവാക്കിയെന്ന് പറഞ്ഞു. ഇത്രയും ബഹുകാര്യ തിരക്കുകളുള്ള ഒരു വ്യക്തി അത്രയും സമയം ചെലവാക്കിയല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ ചുമതല, വൈദികരുടെ ചുമതല ഇതാണ് എന്ന് തിരുമേനി പറഞ്ഞു. അതിലേക്ക് ഞാൻ എടുത്തു പറയുക, വൈദികരുടെയും സഭയുടെയും എല്ലാ ദൈവവിശ്വാസികളുടെയും ചുമതല ഇതാണ്. ഈ ജീവനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ നിലകൊള്ളും. ഇവിടെ ഇരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികൾക്കായോ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ മുദ്ര പതിപ്പിച്ചവരാണ്. അവർ പലരും ഇവിടെ വന്നത് ഇതൊരു ക്ഷണം കൊണ്ട് വന്നതല്ല, നേരെ മറിച്ച് ഇതൊരു വലിയ സംരംഭമാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് പങ്കാളികളാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കൂടിയാണ്. അത് വളരെ ശുഭോദർക്കമായ കാര്യമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു പുതിയ പന്ഥാവിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ ജീവനെ പരിരക്ഷിക്കുന്നതിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ആണ് വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു കാലത്ത് സഭയിൽ അറിയപ്പെട്ടത്. ഇടയ്ക്ക് ചില മാർഗഭ്രംശങ്ങൾ ഞാൻ പറയുന്നില്ല, എങ്കിലും അതിന് താല്പര്യങ്ങൾ വ്യത്യസ്തങ്ങളായി പോയി വീണ്ടും അതിലേക്ക് തിരിച്ചു വരുന്നു. അത് നമുക്ക് എല്ലാത്തിനും വലിയൊരു അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് നമ്മുടെ PA ഫിലിപ്പിനോടുകൂടി പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ സിഗതനെ കിട്ടിയ അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും സമർപ്പണ ബോധവും വളരെ വളരെ സ്തുത്യർഹമാണ്. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നത് അനുഗ്രഹം തരാനാണ്, നല്ല കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വാക്കുകൾ